ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി 4th സെമസ്റ്റർ BA സോഷ്യോളജി വിഭാഗം വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള ഇന്ത്യൻ സൊസൈറ്റി സ്ട്രക്ചർ ആൻഡ് ചേഞ്ച് എന്ന പേപ്പറിൻ്റെ ബ്ലോക്ക് 2 യൂണിറ്റ് 2 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇതിൽ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, കഴിഞ്ഞ പ്രാവശ്യം ഈ ഒരു പുസ്തകത്തിൻ്റെ പേര് സൊസൈറ്റി ഇൻ ഇന്ത്യ എന്നായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മുന്നത്തെ വീഡിയോസൊക്കെ സൊസൈറ്റി ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. കണ്ടൻറ്റിൽ മാറ്റമൊന്നുമില്ല. അപ്പോൾ അത് ഈ ഒരു പ്ലേലിസ്റ്റിലുള്ള വീഡിയോസ് തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. അപ്പം നമുക്ക് യൂണിറ്റ് 2 ഡിസ്കസ് ചെയ്യാം. ട്രൈബൽ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് ദെയർ ഡൈനാമിക് നാച്ചർ. ആദിവാസികളുടെ സാമൂഹ്യ സ്ഥാപനങ്ങളും അവയുടെ ചലനാത്മക സ്വഭാവമാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇതിൽ പ്രധാനമായിട്ടും ഷെഡ്യൂൾ ട്രൈബ് അഥവാ പട്ടികവർഗം എന്ന് പറയപ്പെടുന്ന ആദിവാസികളെ കുറിച്ചാണ് പറയുന്നത്. ആദിവാസികളുടെ ട്രൈബൽ ഓർഗനൈസേഷൻ, ആദിവാസികളുടെ സാമൂഹിക ഘടന. സോഷ്യൽ ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യക്തികൾ തമ്മിലുള്ള പ്രവർത്തനങ്ങളുടെയും ഇടപെടലുകളുടെയും ക്രമീകരണത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഒരു സമൂഹത്തിനുള്ളിലെ സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമൂഹത്തിനുള്ളിലെ സ്ഥാനപരമായി നിർവചിക്കപ്പെട്ടതും നിയന്ത്രിതമായിട്ടുള്ള ബന്ധങ്ങളെയാണ് സാമൂഹിക ഘടന എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ ആദിവാസികളുടെ പശ്ചാത്തലത്തിൽ അവരുടെ സാമൂഹിക സംഘടന ശക്തമായിട്ടുള്ള സാമൂഹിക ബോധത്തിൽ അധിഷ്ഠിതമാണ്. അവരുടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഇതിൽ ശക്തമാണ്. പിന്നെ ഇതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ കൂട്ടായ്മയോടെയാണ്. ഉദാഹരണത്തിന് വേട്ടയാടൽ, ഫലങ്ങൾ ശേഖരിക്കൽ. പിന്നെ ഇവ ക്ലാന് ഗ്രൂപ്പുകളെ അടിസ്ഥാനമാക്കിയാണ് ക്രമീകരിച്ചിരുന്നത്. ക്ലാനുകൾ എക്സോഗമസ്, ഗ്രൂപ്പിന് പുറത്തുള്ള വിവാഹം കഴിക്കുന്നവർ കൂടാതെ യൂണിലാറ്ററൽ, ഒരൊറ്റ വംശ പരമ്പര മാത്രം പിന്തുടരുന്ന സ്വഭാവമുള്ളവരാണ്. സമ്പദ് വ്യവസ്ഥ, രാഷ്ട്രീയം, നിയമം തുടങ്ങിയിട്ടുള്ള പ്രധാന സ്ഥാപനങ്ങളിലെല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്ന ഒന്നാണ്. ഇനി ഇവരുടെ രാഷ്ട്രീയ സംഘടന, പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് ഒരു നിശ്ചിത പ്രദേശം, സംഘടന, സംവിധാനം, നേതൃത്വം, നിയമവ്യവസ്ഥകൾ എന്നിവയെല്ലാം ഉൾക്കൊള്ളുന്നതാണ് പൊളിറ്റി എന്ന് പറയുന്നത്. സാമൂഹിക ഐക്യം അതുപോലെ ക്രമവും നിലനിർത്തുന്ന എല്ലാ നയങ്ങൾ രൂപീകരിക്കുന്ന ഒരു പൊതു സ്ഥാപനമാണ് രാഷ്ട്രീയ സംഘടന എന്ന് പറയുന്നത്. ഇപ്പോൾ റാഡ്ക്ലിഫ് ബ്രൗണിൻ്റെ കാഴ്ചപ്പാടിൽ ക്രമം നിലനിർത്തൽ, ശക്തിയുടെ നിയമാനുസൃത ഉപയോഗം, പ്രാദേശിക അവകാശങ്ങൾ എന്നിവയെ ചുറ്റിപ്പറ്റിയാണ് രാഷ്ട്രീയം നിലനിൽക്കുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട വിഭാഗങ്ങളെന്ന് പറയുന്നത് ഒന്ന് കേന്ദ്രീകൃതം, മറ്റൊന്ന് വികേന്ദ്രീകൃതം. അതായത് ഗ്രാമങ്ങൾ, ക്ലാനുകൾ, ഗ്രേഡ് സിസ്റ്റങ്ങൾ ഇതൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ എന്ന് പറയുന്നത് ആദിവാസികളെ സംബന്ധിച്ച് നോക്കുമ്പോൾ ദൈനംദിന ജീവിതം നിയന്ത്രിക്കുന്നതിന് മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുക, സമാധാനം നിലനിർത്താൻ അധികാരം ഉപയോഗിച്ച് ക്രമസമാധാനം നടപ്പിലാക്കുക, തർക്കങ്ങൾ പരിഹരിക്കുക, കൃഷിയുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുക, ബാഹ്യ ഭീഷണികളിൽ നിന്ന് ഗ്രാമത്തിന് സുരക്ഷ നൽകുക, കൂട്ടായ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുക. ഇതൊക്കെയാണ് അതിൻ്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ. ഇനി ഇതിൻ്റെ നിയമവും സാമൂഹിക നിയന്ത്രണവും. ആദിമ സമൂഹങ്ങൾ ആചാരങ്ങളുടെ ഒരു സംഘടിത സംവിധാനം പിന്തുടരുന്നുണ്ട്. അവയ്ക്ക് പ്രത്യേക ശിക്ഷാവിധികളും ഉണ്ടായിരിക്കും. മലിനോസ്കിയുടെ അഭിപ്രായത്തിൽ മനുഷ്യൻ്റെ സ്വാഭാവിക പ്രവണതകളെ നിയന്ത്രിക്കുകയും നിർബന്ധിത സ്വഭാവം നടപ്പിലാക്കുകയുമാണ് നിയമത്തിൻ്റെ പ്രാഥമിക ധർമ്മം എന്ന് പറയുന്നത്. ഈ നിയമങ്ങൾ പരസ്പര ആശ്രിതത്വത്തിലും അലിഖിത പാരമ്പര്യങ്ങളിലും അധിഷ്ഠിതമാണ്. ഒരു ആചാരം നിലനിർത്താൻ സംഘടിത ശക്തി ഉപയോഗിക്കുമ്പോൾ അത് നിയമമായിട്ട് മാറുന്നുണ്ട്. ബ്രൗൺ പറയുന്നത് ശക്തിയുടെ ചിട്ടയായ പ്രയോഗത്തിലൂടെയുള്ള സാമൂഹിക നിയന്ത്രണത്തിലുള്ള ഒരു സംവിധാനമാണ് നിയമം എന്ന് പറയുന്നത്. ഇനി പ്രിമിറ്റീവ് ലോ, പ്രാകൃത നിയമം. അതിൻ്റെ സവിശേഷതകൾ എന്ന് പറയുന്നത് ബന്ധുത്വ ബന്ധങ്ങളാൽ ശക്തിപ്പെടുന്നവയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ. പ്രിമിറ്റീവ് ലോ എന്ന് പറയുന്നത് ധാർമ്മിക വിശ്വാസങ്ങളിലും പൊതുജനാഭിപ്രായത്തിലും അധിഷ്ഠിതമാണിത്. നിയമലംഘനം എന്ന് പറയുന്നത് അമാനുഷിക ശക്തികൾക്കെതിരായിട്ടുള്ളൊരു കുറ്റമായിട്ടിത് കണക്കാക്കപ്പെടുന്നു. തെളിവെടുപ്പ് നീതി, കുറ്റം തെളിയിക്കാനുള്ളൊരു അഗ്നി പരീക്ഷ പോലുള്ളവ, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ പേരിൽ സത്യം ചെയ്യൽ എന്നിവ ഇവിടെ ഉപയോഗിക്കുന്നു. പിന്നെ ഇവിടെ പ്രതികാരം, അല്ലെങ്കിൽ കണ്ണിന് കണ്ണ്, അല്ലെങ്കിൽ സാമൂഹിക ബഹിഷ്കരണം. ഉദാഹരണത്തിന് ഒരാളുടെ കണ്ണിന് ഇതാക്കി കഴിഞ്ഞാൽ കണ്ണന് ആ പണി കൊടുക്കുന്നത്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മധ്യപ്രദേശിലെ കുമാർ ഗോത്രത്തിലെ തെറ്റുകൾക്ക് പരിഹാരമായിട്ട് ഗ്രാമ നേതാക്കൾ ഒരു വിരുന്ന് നൽകുന്നു. പിന്നെ ഒഡീഷയിലെ ഗരിയ ഗോത്രവും ശിക്ഷ കുറക്കാൻ പഞ്ചായത്ത് നേതാക്കൾക്ക് വിരുന്ന് നൽകാറുണ്ട്. ഒഡീഷയിലെ ജുവാങ്സ്, ബുയാൻസ് എന്നിവർക്ക് പിർഹ എന്ന പരമ്പരാഗത രാഷ്ട്രീയ സംവിധാനമുണ്ട്. പിന്നെ ഈ പ്രിമിറ്റീവ് ലോ തകർന്നത് ഇന്ത്യൻ പീനൽ കോഡ്, ക്രിമിനൽ, CRPC തുടങ്ങിയിട്ടുള്ള നിയമങ്ങളുടെ വരവോടെയാണ് പരമ്പരാഗതമായിട്ടുള്ള ഗോത്രങ്ങളുടെ സ്വാധീനം ഗണ്യമായി കുറഞ്ഞത്. അപ്പോൾ
അവരുടെ പ്രിമിറ്റീവായിട്ടുള്ള പ്രാകൃത നിയമങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദിവാസികൾക്കിടയിൽ ഉണ്ടായിട്ടുള്ള നിയമങ്ങളെയാണ് പറയുന്നത്. ഇനി ട്രൈബൽ എക്കണോമിക് ഓർഗനൈസേഷൻ, ജനസംഖ്യ നിലനിർത്തുന്നതിനായിട്ട് സാധനങ്ങളുടെ ഉൽപ്പാദനം, വിതരണം, ഉപഭോഗം എന്നിവയുമായി ബന്ധപ്പെട്ട എല്ലാ മനുഷ്യ പ്രവർത്തനങ്ങളുമാണ് ഇത് ഉൾപ്പെടുന്നത്. ഇവരുടെ സമ്പദ് വ്യവസ്ഥ പ്രധാനമായിട്ടും ഉപജീവന മാർഗത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതും പ്രകൃതിയുമായിട്ട് അടുത്ത ബന്ധമുള്ളതാണ്. ഇവരുടെ ടൈപ്സ്, ട്രൈബൽ എക്കണോമിയുടെ ടൈപ്സ് എന്ന് പറയുന്നത് ഭക്ഷണ ശേഖരണം, വേട്ടയാടൽ, മീൻപിടുത്തം. ഇത് ഏറ്റവും പുരാതനമായിട്ടുള്ളൊരു സാമ്പത്തിക രൂപമാണ്. ഉദാഹരണം മംഗ്രീഡിയ, ഗരിയ, മുണ്ട, ബിർഹോർ. ഹോർട്ടിക്കൾച്ചർ കൂടുതൽ വികസിത ഇതിൽ സ്ത്രീകൾക്കും പ്രധാന പങ്കുണ്ട്. സ്ഥിരതാമസം കുറഞ്ഞ മിതമായ ജനസംഖ്യ ഇതിൻ്റെ പ്രത്യേകതയാണ്. പിന്നെ ഇടയ സമ്പദ് വ്യവസ്ഥ, മൃഗങ്ങളെ മേയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട്. പിന്നെ കാർഷിക സമ്പദ് വ്യവസ്ഥ, ഇതൊരു സ്ഥിരമുള്ളതും അതുപോലെ ശാശ്വതമായിട്ടുള്ളൊരു സാമ്പത്തിക സമ്പത്ത്. ഇത്തരത്തിലുള്ള 4 മേഖലയിലൂടെ ആയിരുന്നു ട്രൈബൽ എക്കോണമി കടന്നു പോയിരുന്നത്. ഇനി ഇതിൻ്റെ പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറയുന്നത് ഇവ ചെറിയ തോതിലുള്ളവയാണ്. ഉൽപ്പാദനം പ്രധാനമായിട്ടും സ്വയം ഉപയോഗത്തിനാണ്. ബാർട്ടർ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നു. സ്ഥിരമായ വിപണന രീതികളോ ലക്ഷ്യങ്ങളോ ഇല്ല. വിഭവങ്ങളുടെ ഉടമസ്ഥാവകാശം വ്യക്തികൾക്കല്ല മറിച്ച് സമൂഹത്തിനായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ താരതമ്യേന അവികസിതമാണ്. പിന്നെ കിൻഷിപ്പ് ആൻഡ് ജെൻഡർ, ട്രൈബലിലെ കിൻഷിപ്പും ജെൻഡറും. പുരുഷന്മാർ യോദ്ധാക്കളും വേട്ടക്കാരായിരുന്നു. സ്ത്രീകൾ പാചകം ചെയ്യുന്നതിനും ഭക്ഷണം തയ്യാറാക്കുന്നതിനുമൊക്കെ ഉത്തരവാദിത്തമുള്ളവരായിരുന്നു. ഇതിൻ്റെ ഫലമായിട്ട് പുരുഷന്മാർക്ക് വിലപ്പെട്ട വിഭവങ്ങളുടെ മേലിൽ കൂടുതൽ നിയന്ത്രണം ലഭിച്ചു. ചരിത്രത്തിൽ മാട്രിയാർക്കൽ സമൂഹങ്ങൾ നിലനിന്നിരുന്നു. അതായത് മാട്രിലിനിയൽ ഉദാഹരണമായിട്ട് കാസി, ഗാരോ. അവരുടെ പിന്തുടർച്ചാവകാശം അമ്മയിലൂടെ ആയിരുന്നു. സ്വത്തുക്കൾ അമ്മയിൽ നിന്ന് മകളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടു. പിന്നെ തൊഴിൽ വിഭജനം ഉണ്ടായിരുന്നു. ഭക്ഷണം തേടി നടക്കുന്ന സമൂഹത്തിലെ സ്ത്രീകൾ പകുതിയിലധികം ഭക്ഷണം സംഭാവന ചെയ്യുന്നു. ഹോർട്ടിക്കൾച്ചർ സമൂഹങ്ങളിൽ തൊഴിലാളികളിൽ ഭൂരിഭാഗം സ്ത്രീകളാണ്. കാർഷിക സമൂഹങ്ങളിൽ ഉൽപ്പാദനത്തിന് സ്ത്രീകൾക്ക് പ്രധാന പങ്കുണ്ട്. പിന്നെ വീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉൽപ്പാദനത്തിൻ്റെയും ഉപഭോഗത്തിൻ്റെയും യൂണിറ്റായിട്ട് പ്രവർത്തിക്കുന്നു. ഇത് ലിംഗപരമായിട്ടുള്ള അസമത്വം കുറക്കാനും സഹായിക്കും. ടാബുകൾ, ആർത്തവം, പ്രസവം എന്നിവയുമായി ബന്ധപ്പെട്ട് അശുദ്ധി കാരണം സ്ത്രീകളെ ചില സാമൂഹിക മതപരമായിട്ടുള്ള ചടങ്ങുകളിൽ നിന്ന് മാറ്റി നിർത്താറുണ്ട്. അതാണ് ടാബുകൾ എന്ന് പറയുന്നത്. പിന്നെ പദവിയിലെ വ്യത്യാസം, ഗോണ്ട് എന്ന് പറയുന്ന അവർ സ്ത്രീകൾക്ക് ഭർത്താവിനെ തിരഞ്ഞെടുക്കുന്നതിലും വിവാഹമോചനത്തിലും കൂടുതൽ സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ താരു സ്ത്രീകൾ മന്ത്രവാദത്തിൽ വൈദഗ്ധ്യമുള്ളവരും പ്രത്യേക പദവിയുള്ളവരുമായിരുന്നു. പിന്നെ ആദിവാസികളുടെ മതം, ടൈലർ മതത്തെ ആത്മീയ ജീവികളുടെ വിശ്വാസം എന്ന് നിർവചിച്ചു. ഇതിൻ്റെ അടിസ്ഥാനം അനിമിസമാണ്, അഥവാ സർവാത്മവാദം, ആത്മാക്കളിലുള്ള വിശ്വാസം, പ്രകൃതി ആരാധനയാണ് എന്നാണ് അദ്ദേഹം ടൈലർ പറഞ്ഞത്. അന്നത്തെ ഒരു ആത്മീയ ജീവികളിലുള്ളൊരു വിശ്വാസമായിട്ടാണ് പറഞ്ഞത്. ദുർക്കിയും പറഞ്ഞത് വിശുദ്ധ വസ്തുക്കളുമായി ബന്ധപ്പെട്ട വിശ്വാസങ്ങളുടെയും ആചാരങ്ങളുടെയും ഏകീകൃത സംവിധാനം എന്നാണ് മതത്തെ നിർവചിച്ചത്. അദ്ദേഹം ടോട്ടമിസം എന്ന ആശയം അവതരിപ്പിച്ചു. ഒരു ഗോത്രത്തിൻ്റെ പ്രതീകമായി മൃഗങ്ങളെ അല്ലെങ്കിൽ സസ്യങ്ങളെ ആരാധിക്കുക. പിന്നെ അവരുടെ പ്രധാന വിശ്വാസങ്ങൾ മാന, ഒരു അമാനുഷിക ശക്തിയിലുള്ള വിശ്വാസം. ബോങ്ക, മുണ്ട, ഹോ തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങൾ ഈ അമാനുഷിക ശക്തിയെ ബോങ്ക എന്ന് വിളിക്കുന്നു. ആനിമാറ്റിസം, മരണത്തെ അതിജീവിക്കുന്ന ശക്തരായ ആത്മാക്കളുണ്ടെന്നുള്ള ഒരു വിശ്വാസം. നാച്ചുറലിസം, പ്രകൃതിയെ ആരാധിക്കൽ, അതായത് സൂര്യന്, ചന്ദ്രന്. പിന്നെ ടാബു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില പ്രവർത്തനങ്ങളെ വിലക്കുന്ന സാമൂഹിക നിയമം, നമ്മൾ നേരത്തെ പറഞ്ഞു. പിന്നെ അനുഷ്ഠാനങ്ങൾ, അമാനുഷികമായിട്ടുള്ള ശക്തികളുമായിട്ട് സംവദിക്കാനും അവ നിയന്ത്രിക്കാനുള്ള ചിട്ടയായിട്ടുള്ള പ്രവർത്തനങ്ങൾ, പ്രാർത്ഥന, ബലി പോലെ. പിന്നെ മതപരമായിട്ടുള്ള നേതാക്കന്മാർ പ്രധാനമായിട്ടും പുരോഹിതന്മാർ, അവർ പറഞ്ഞാൽ ആചാരങ്ങൾ നടത്തുന്നു. ഷാമന്മാർ, മനുഷ്യർക്കും അമാനുഷിക ശക്തികൾക്കും ഇടയിൽ മധ്യവർത്തികൾ, രോഗനിർണയത്തിനും രോഗശാന്തിക്കും മാന്ത്രിക വിദ്യ ഉപയോഗിക്കുന്നവർ. യൂത്ത് ഡോർമിറ്ററികൾ, ഗോത്ര സമൂഹങ്ങളിൽ ഒരു പ്രധാന സ്ഥാപനമാണ്. മൊറുങ്, അതുപോലെ ഗിത്യോറ, ദുങ്കാര, ഗോട്ടുൽ ഒക്കെയാണ് അതിൽ വരുന്നത്. മാജിക്, റിലീജിയൻ ആൻഡ് സയൻസ്. മലിനോസ്കിയുടെ അഭിപ്രായത്തിൽ മാന്ത്രിക വിദ്യ ദൈനംദിന ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്കൊരു പ്രായോഗിക പരിഹാരവും ഇത് ശുഭാപ്തി വിശ്വാസത്തെ ആചാരവൽക്കരിക്കുന്ന ഒന്നാണ് മാജിക് എന്ന് പറയുന്നത്. മറ്റൊന്ന് മതം, മാനസിക മനോഭാവം, പാരമ്പര്യത്തോടുള്ള ബഹുമാനം, ധൈര്യം എന്നിവ സ്ഥാപിക്കുന്നു. ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ചുറ്റുപാടുകളെക്കുറിച്ച് മനസ്സിലാക്കാനും പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിക്കാനും സഹായിക്കുന്ന ഒന്നാണ്. ഇനി ഫ്രേസറുടെ തിയറി ഓഫ് മാജിക്, അദ്ദേഹത്തിൻ്റെ ദ ഗോൾഡൻ ബഫ് എന്ന പുസ്തകത്തിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങളിൽ നിന്നാണ് മാന്ത്രിക വിദ്യ ഉത്ഭവിച്ചത്. അതിന് അദ്ദേഹം 2 തത്വങ്ങളാണ് പറയുന്നത്. ലോ ഓഫ് സിമിലാരിറ്റി അല്ലെങ്കിൽ ഹോമിയോപ്പതിക് മാജിക്, സമാനതയുടെ നിയമം എന്ന് പറയും. സമാനമായവ സമാനമായവയെ ഉൽപ്പാദിക്കും. ഇപ്പോൾ ഉദാഹരണത്തിന് മഴ പെയ്യിക്കാൻ ഇടിമുഴക്കത്തെ അനുകരിച്ച്
കുന്നിൽ നിന്ന് കല്ലുകൾ ഉരുട്ടിയിടുന്നു. അപ്പോൾ സമാനമായ ഒരു ഇതിൽ വരുന്നത്. മറ്റൊന്നാണ് ലോ ഓഫ് കോണ്ടാക്ട് അല്ലെങ്കിൽ കോണ്ടാജിയസ് മാജിക് എന്ന് പറയുന്നത്, സമ്പർക്ക നിയമം. ഒരിക്കലും സമ്പർക്കത്തിൽ വന്നാൽ എല്ലായ്പ്പോഴും സമ്പർക്കം. ഉദാഹരണത്തിന് ഒരു വ്യക്തിയുടെ വസ്ത്രങ്ങൾ, മുടി, നഖം എന്നിവ ഉപയോഗിച്ച് മാന്ത്രിക കർമ്മങ്ങൾ ചെയ്യുന്നത് അവ വ്യക്തിയുടെ ഭാഗമായിട്ട് തന്നെ കണക്കാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ രണ്ട് ഇതാണ് ഫ്രേസർ പറഞ്ഞ മാജിക്കിൻ്റെ മാന്ത്രിക സിദ്ധാന്തം എന്ന് പറയുന്നത്. ഇനി റിലീജിയനും മാജിക്കും തമ്മിലുള്ള വ്യത്യാസങ്ങൾ, രണ്ടും തമ്മിൽ ചെറിയ സാധ്യതകളുണ്ട്. രണ്ടും വിശുദ്ധ അല്ലെങ്കിൽ സാക്രഡ് ആയിട്ടുള്ള മണ്ഡലത്തിൽ പെടുന്നതാണ്. വൈകാരിക പിരിമുറുക്കത്തിൽ നിന്ന് മോചനം നൽകുന്നു. രണ്ടിനും പുരാവർത്തങ്ങൾ, മിത്സും ടാബുകളും ഉണ്ട്. രണ്ടും ആചാരമാണ്. എന്നാലും വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, മാന്ത്രിക വിദ്യ ഒരു ലക്ഷ്യത്തിലെത്താനുള്ള മാർഗ്ഗമാണ്. മതം സ്വയം ഒരു ലക്ഷ്യമാണ്. മാന്ത്രിക വിദ്യ ഒരു അമാനുഷിക ശക്തിയെ നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നു. മതം അതിനെ ആരാധിക്കുന്നു. മാന്ത്രിക വിദ്യ വ്യക്തി കേന്ദ്രീകൃതമാണ്. മതം കൂട്ടായതാണ്. മാന്ത്രിക വിദ്യയും ശാസ്ത്രവും സാമ്യതകൾ, രണ്ടിനും നിർദ്ദിഷ്ടമായിട്ടുള്ള ഒരു ലക്ഷ്യങ്ങളുണ്ട്. രണ്ടും പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ്. രണ്ടും അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നു. പിന്നെ ഇതിൻ്റെ വ്യത്യാസങ്ങൾ എന്ന് പറയുന്നത്, ശാസ്ത്രം പൊതു അനുഭവത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. മാന്ത്രിക വിദ്യ വൈകാരിക അവസ്ഥകളെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. ശാസ്ത്രം യുക്തിയെ ആശ്രയിക്കുന്നതാണ്. മാന്ത്രിക വിദ്യ പ്രതീക്ഷയെയും അതുപോലെ ആഗ്രഹത്തെയും ആശ്രയിക്കുന്നു. ശാസ്ത്രം പ്രൊഫൈനാണ്, മാന്ത്രിക വിദ്യ സേക്രഡാണ്. അതായത് ശാസ്ത്രം എന്ന് പറയുന്നത് ലൗകികമാണ്, അതുപോലെ എന്നാലും മാന്ത്രിക വിദ്യ എന്ന് പറയുന്നത് വിശുദ്ധമായിട്ടുള്ള ഒന്നാണ്. ഫ്രേസർ മാന്ത്രിക വിദ്യയെ ശാസ്ത്രത്തിൻ്റെ ജാലസദ്യ എന്നാണ് വിശേഷിപ്പിച്ചത്. അപ്പോൾ ഇതാണ് മാജിക്കും തമ്മിൽ. രണ്ടിനും എന്താണ് ഒരു ലക്ഷ്യമുണ്ട്. രണ്ടും പ്രകൃതിയെ നിയന്ത്രിക്കാനുള്ള ശ്രമമാണ്. രണ്ടും അതിൻ്റേതായിട്ടുള്ള സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആദിവാസി ജീവിതത്തിൻ്റെ ചലനാത്മക സ്വഭാവം. ഒരു സമൂഹം എന്താണ് നിശ്ചലമല്ല. എല്ലാ സമൂഹങ്ങളും എന്താണ് ഇതിൻ്റെ നിരന്തരമായിട്ടുള്ള മാറ്റത്തിന് വിധേയമാവുന്നുണ്ട്. ഘടനയുടെയും ബന്ധങ്ങളുടെയും ഈ ഒരു പരിണാമത്തെയാണ് സാമൂഹിക മാറ്റം എന്ന് വിളിക്കുന്നത്. ഈ ഒരു മാറ്റത്തിൻ്റെ പ്രക്രിയകൾ, ഒന്ന് സംസ്കൃതവൽക്കരണം. എം ശ്രീനിവാസ്, ഇതൊക്കെ നമ്മൾ ഓൾറെഡി സെക്കൻഡ് സെമ്മിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. താഴ്ന്ന ജാതിക്കാരോ ഗോത്രവർഗ്ഗക്കാരോ ഉയർന്ന ജാതിക്കാരുടെ ആചാരങ്ങളും രീതികളും അനുകരിക്കുന്ന പ്രക്രിയയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒഡീഷയിലെ ശുദ്ധ സവോറകൾ മദ്യം, ബീഫ് ഉപേക്ഷിച്ച് തുളസി, ലക്ഷ്മിദേവി ആരാധിക്കാൻ തുടങ്ങി. അതായത് താഴ്ന്ന ജാതിക്കാരോ അല്ലെങ്കിൽ ഗോത്രവർഗ്ഗക്കാരോ ഉയർന്ന ജാതിക്കാരുടെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും അനുകരിക്കുന്ന പ്രക്രിയക്കാണ് സാൻസ്ക്രിറ്റൈസേഷൻ എന്ന് പറയുക. മറ്റൊന്നാണ് വെസ്റ്റേണൈസേഷൻ. വെസ്റ്റേണൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യൻ സമൂഹത്തിലെ മാനവികത സ്ഥാപനമായ പരിഷ്കാരം, ശാസ്ത്രീയ പുരോഗതി, പുതിയ രാഷ്ട്രീയ സംസ്കാരം എന്നിവ അവതരിപ്പിച്ചു. അതായത് പാശ്ചാത്യ 150 വർഷത്തെ ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ ഫലമായിട്ട് അവർ കൊണ്ടുവന്ന പല കാര്യങ്ങളും നമ്മളിന്നും അനുകരിച്ച് തുടരുന്നതിനെയാണ് വെസ്റ്റേണൈസേഷൻ എന്ന് പറയുന്നത്. ഇന്നിപ്പോൾ ആദിവാസികൾക്കിടയിൽ വിദ്യാഭ്യാസം, തൊഴിൽ, ആധുനിക സാങ്കേതിക വിദ്യ ഇതിനൊക്കെ കാരണമായി. മറ്റൊന്നാണ് ആധുനികവൽക്കരണം. ടെലിവിഷൻ, റേഡിയോ, കമ്പ്യൂട്ടർ തുടങ്ങിയിട്ടുള്ള ആശയവിനിമയ സാങ്കേതിക വിദ്യകളുടെ വരവ് ഗോത്ര സമൂഹങ്ങളുടെ ശാസ്ത്രീയമായിട്ടുള്ള കാഴ്ചപ്പാട് വളർത്തി. പ്രധാനമായിട്ടും വ്യാവസായിക മേഖലയ്ക്ക് ചുറ്റുമുള്ള സാന്താൽ, മുണ്ട തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങൾ ഇതിൻ്റെ സ്വാധീനം കാണാം. മറ്റൊന്നാണ് ആഗോളവൽക്കരണം, ഗ്ലോബലൈസേഷൻ. 1991 LPG ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ മോഡലിന് ശേഷം സർക്കാർ നയങ്ങളിലും സാങ്കേതിക വിദ്യയിലും സാംസ്കാരിക ഘടകങ്ങളിലും മാറ്റങ്ങൾ വന്നു. ഇതിൻ്റെ ഫലമായിട്ട് വിദ്യാഭ്യാസം, വിവാഹപ്രായം, കുടുംബാസൂത്രണം, അലോപ്പതി മരുന്നുകളുടെ ഉപയോഗം എന്നിവയിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. എന്നാൽ അസന്തുലിതമായിട്ടുള്ള വികസനം മൂലം എല്ലാ ഗോത്ര സമൂഹങ്ങളും ഒരുപോലെയല്ല ഈ മാറ്റങ്ങളെ സ്വീകരിച്ചത്. ഉദാഹരണത്തിന് മീന, സാന്താൾ തുടങ്ങിയിട്ടുള്ള ഗോത്രങ്ങൾ കൂടുതൽ വികസിച്ചപ്പോൾ അബൂജ്, മരിയ, ബോഡ തുടങ്ങിയവർ പിന്നോക്കം പോയി. അപ്പോൾ ട്രൈബൽസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.